നടനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ 27-ാം തീയതി റിലീസ് ചെയ്യാനിരുന്ന പടമാണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പടം. ഈ സിനിമയ്ക്ക് വരുമ്പോൾ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇത് വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി ചില സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും. എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു വാർത്ത ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സിനിമയിൽ 96 ഇടങ്ങളിൽ സുരേഷ് ഗോപി ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട്. നടൻ നേരിട്ട് ഇടപെട്ടിട്ട് മാറ്റമില്ല. അതായത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും മാറ്റമില്ലെന്നുള്ള രീതിയിലാണ് കേരളത്തിലെ മീഡിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചി സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം JSKക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുമായി സംസാരിച്ചു. അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണ തൃപ്തിയായ ചിത്രമാണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള. 96 ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറ്റാനാകുമോ? വിഷയത്തിൽ ഫെഫ്ക പ്രത്യേക സമരത്തിലേക്ക് കടന്നേക്കും. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റില്ലേ? കഥാപാത്രങ്ങൾ ഹിന്ദു ആണെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന്റെ പേരായിരിക്കും. എനിക്ക് സ്വന്തം പേര് പോലും ഇടാൻ പറ്റില്ലേ? പുള്ളിക്കാരൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേര് നോക്കൂ. വളരെ ഗുരുതരമായ പ്രശ്നമാണിത്. സംവിധായകനോട് നിയമപരമായി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ബി ഉണ്ണികൃഷ്ണന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു ചിത്രത്തിനും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും അതിനുശേഷം ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയതിനു ശേഷമാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയെന്നുള്ള രീതിയിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനത് കാണുമ്പോൾ തൊട്ട് എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇതൊരു പ്രൊമോഷന് വേണ്ടിയുള്ള കളിയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറയാം, ഈ അടുത്ത കാലത്ത് ഇതൊക്കെയാണ് പ്രൊമോഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഈ എമ്പുരാൻ സിനിമ ഈ പറയുന്ന വിമർശനവും പ്രതിഷേധവും അല്ലെങ്കിൽ ബഹിഷ്കരണവും അല്ലെങ്കിൽ സപ്പോർട്ടും ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു മിക്സഡ് റിവ്യൂ വന്ന മോഹൻലാൽ പൃഥ്വിരാജ് പടമായിരുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ഫ്ലോപ്പായി പോയാൽ 101% ഞാൻ പറയുമ്പം ഫ്ലോപ്പായി. ഇവിടെ കുറേ ആൾക്കാർ ചിലപ്പോൾ അംഗീകരിച്ച് തരത്തില്ല. ഞാൻ സിനിമ പോയി കണ്ട ഒരാൾ വിമർശനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധം ഓക്കെ. ആ പ്രതിഷേധവും വിമർശനവും ബഹിഷ്കരണവും അല്ലെങ്കിൽ അതുകൊണ്ട് അത് കാണാൻ കയറിയ ആൾക്കാരും ഇല്ലായിരുന്നെങ്കിൽ ആ പടം മിക്സഡ് റിവ്യൂ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പടം ഇറങ്ങി വരും, KGF പോലുള്ള പടം വരാനായിട്ട് ആൾക്കാരെല്ലാം അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരും. നമ്മളെന്താ പ്രതീക്ഷിച്ചത്? ലൂസിഫർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എമ്പുരാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടുത്ത വേറെ ലെവൽ പടമായിരിക്കും എന്ന് തോന്നി എനിക്ക്. പക്ഷെ അത്രയൊന്നും ആ പടം കണക്ട് ആയിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അതിനൊരു മിക്സഡ് റിവ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായി എമ്പുരാൻ സിനിമ മാറിയനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു പരിപാടി ഇതുപോലെ എന്തെങ്കിലും വിവാദം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജാനകി എന്നുള്ള പേര് കണ്ടിട്ട് ഇനി പോട്ടെ, ഇത് പ്രൊമോഷൻ അല്ല എന്ന് തന്നെ നമ്മൾ വെക്കുക. ഈ ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണെന്നും അതുകൊണ്ട് ഈ സിനിമയ്ക്കും ഈ കഥാപാത്രത്തിന് ഇടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എവിടുത്തെ ഡയലോഗ് അടിയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു കഥാപാത്രം എന്നല്ല, ഒരു മനുഷ്യനെ നോക്കുക. ഈ മനുഷ്യന് പലതരത്തിലുള്ള, ഇപ്പം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ പലതരത്തിലുള്ള പേരുകളായിരിക്കും കൂടുതലുള്ള ആൾക്കാർക്ക്. ഈ ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇടുന്നത്. ഇപ്പോൾ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ പേരുകളുണ്ട്. ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാരിൽ ഈ ദൈവത്തിൻ്റെ പേരുള്ള ആൾക്കാർ നമ്മുടെ കോടതിയിൽ കേസായിട്ട് ഒന്നും നിലനിൽക്കുന്നില്ലേ? ജയിലിൽ കിടക്കുന്നില്ലേ? ദൈവത്തിൻ്റെ പേരുള്ള ആൾക്കാരും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് മാറ്റാൻ നമ്മളിവിടെ നിർബന്ധിക്കുമോ? അങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമില്ല. ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് സീതാദേവിയുടെ പേരായതുകൊണ്ട് ജാനകി എന്ന് പറയുന്ന പേര് ഈ സിനിമയിൽ നിന്ന് മാറ്റണം എന്നൊക്കെ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ വെറുതെ അനാവശ്യമായ രീതിയിലുള്ള ഒത്തുതിരിപ്പാട്ടാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാമൻ എന്നുള്ള പേരിൽ റാം, അല്ലെന്നുണ്ടെങ്കിൽ സീത, ജാനകി, അങ്ങനെ എത്ര. ഇപ്പം രാവണപ്രഭുവിൽ തന്നെ നോക്കുക, രാവണപ്രഭുവിലെ നായികയുടെ പേര് ജാനകി എന്നല്ലേ, അല്ലേ? ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പേരുകളുള്ള എത്രയോ സിനിമകളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പള്ളിയിലച്ചന്മാരെയൊക്കെ എങ്ങനെയല്ല ഏതെല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ കടുവ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. കടുവ പൃഥ്വിരാജിൻ്റെ ഷാജി കൈലാസ് സിനിമയാണ് കടുവ. ആ കടുവയ്ക്കകത്ത് ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്നത് ഒരു പള്ളിയിലച്ചനാണ്. ആലോചിച്ച് നോക്കി, ഒരു പള്ളിയിലച്ചനാണ് നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിയിലച്ചനെ കാണിക്കുന്നു, പള്ളിയിലച്ചനെ പള്ളിക്ക് മുമ്പിലെടുത്തിട്ട് ഇടിക്കുന്ന കാണിക്കുന്നു. ഇതെല്ലാം എവിടെ കണ്ടത്? നമ്മൾ സിനിമയിലാണ്. ഇതെന്നും പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയി പള്ളിയിലച്ചനെ ഇടിക്കാൻ നിൽക്കുമോ? അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പൂജാരി ഇടിക്കാൻ നിൽക്കുമോ? ഇല്ല. ഇത് സിനിമയുടെ കഥാപാത്രങ്ങൾ അത്രയ്ക്കുള്ളൂ. അതല്ലാതെ ഇതിനകത്തൊക്കെ കയറിയിട്ട് ഒരു പേര് കൊണ്ട് ഇത് സീതാദേവിയാണ്, അതാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ആ പേര് മാറ്റണം എന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഈ നാട്ടിൽ എന്തെല്ലാം ക്രൈം നടക്കുന്നത്? ഈ ക്രൈമിലെല്ലാം പങ്കാളിയാവുന്ന ക്രിമിനൽസിന്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റുമോ? കോടതി ശിക്ഷിച്ചതിന് ശേഷം രാം, അല്ലെന്നുണ്ടെങ്കിൽ സീത, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെല്ലാം പേരുള്ള ക്രൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഇവരുടെയൊക്കെ പേര് മാറ്റിയിട്ട് ജഡ്ജി വിധിക്കത്തുള്ളൂ. അപ്പോൾ ഇമാതിരി കലാപരിപാടി എന്ന് വെച്ചാൽ എന്ത് അലമ്പ് പരിപാടിയായിരുന്നു. ഈ ഒരു വിവാദം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രൊമോഷൻ കിട്ടിയെന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ കുറേ നാളിന് ശേഷം വരുന്നൊരു പടമാണ്. എനിക്കൊന്ന് 2 വർഷമായിരുന്നു തോന്നുന്നു സുരേഷ് ഗോപിയുടെ പടം ഇറങ്ങിയിട്ട്. ഞാൻ ലാസ്റ്റ് സുരേഷ് ഗോപിയുടെ കണ്ടത് ഗരുഡൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഗരുഡൻ അത് നല്ല ഹിറ്റായിരുന്നു, നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഫസ്റ്റ് പോയി കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയൊരു പടമാണ്. എനിക്ക് തിയേറ്ററിൽ ഇപ്പോൾ ഇതുപോലുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ അന്വേഷണ പടങ്ങൾ, കോമഡി പടങ്ങളൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പം ഞാനെന്താ കാണണമെന്ന് വിചാരിച്ചിരുന്ന പടമാണ്. 27 റിലീസ് വരുമ്പോൾ ഒന്ന് കാണണമെന്ന് വിചാരിച്ച പടമാണ്. പക്ഷേ ഈ ഒരു പേരിൽ സീതാദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജാനകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പടത്തിന് അനുമതി നിഷേധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോന്നുന്നു ഉത്തര കൊറിയ വല്ലതും ആണോ? അല്ലല്ലോ, ഇത് ഇന്ത്യ അല്ലേ, ഇന്ത്യയാണിത്, മനസ്സിലായില്ലേ? അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഇന്ത്യയാണ്. ഇത് ഈ പേരിൽ എന്തെങ്കിലും ഒരു അവകാശങ്ങൾ നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. അത് ദൈവത്തിൻ്റെ പേരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പടത്തിന് പേരിടാൻ പറ്റരുതെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.